ഗ്ലാസ് കാണിച്ച് പൊക്കി വെച്ച് കുടിച്ചത്. പകുതി പുറത്ത് പോയി. ഓ എന്നാ തണുപ്പാട്ടോ അതിൻ്റെ പുറത്ത് വരെ. അപ്പോൾ അതേ നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ള അടപ്പ് നമ്മളിങ്ങനെ തുറന്നു. നമ്മുടെ മസാല മോരൊന്ന് എടുത്തു. ഒരു കൂലിക്ക് സർബത്തിനും ഈ ഒരു രുചിയും ഈ ഒരു ഗുണവും തരാൻ പറ്റില്ല. നമുക്ക് ഹെൽത്ത് വൈസ് നോക്കണം, ദാഹം മാറണം, ഒരു നൊസ്റ്റു ഫീൽ വരുവോ വേണം വേണ്ടേ. മൺചട്ടിയിൽ വെച്ചുണ്ടാക്കിയ തൈരായതുകൊണ്ട് ലൈറ്റ് പുളിയേ ഉള്ളൂ. ആഹാ, കാന്താരി മസാലകളും തണുത്ത മോരും തണുത്ത വെള്ളം ആയതുകൊണ്ട് അപാര രുചി. കാന്താരിയുടെ ഒരു ടേസ്റ്റ്, തൈരിന്റെ രുചി, മസാലകളുടെ അപാരമായിട്ടുള്ളൊരു പഞ്ച്. സത്യം പറഞ്ഞ ഈ ഒരു കാലം മോര് കുടിച്ച ഒരു നേരം പിന്നെ വേറെ ഒന്നും കഴിക്കണ്ട. പൊളിച്ച് നമ്മുടെ മൺപാത്രത്തിൽ ഉറയൊഴിച്ച നല്ല കട്ട തൈര് ഞാൻ ഉടച്ചു വെച്ചിരിക്കുന്നതാണിത്. നമ്മുടെ മസാല എല്ലാം കൂടെ അതേ അരച്ച് വെച്ചേക്കുന്ന അരപ്പാണിത്. നമ്മുടെ എരിവുള്ള മസാല ആവശ്യത്തിനെടുത്ത് കലക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്തു. നല്ല കൂജയിലിട്ട് തണുപ്പിച്ച വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു. ഇനി ഒന്ന് ഇളക്കി സെറ്റാക്കാം. അപ്പോൾ ദേ ഇതിൻ്റെ നമ്മളൊരു സാധനം മാത്രം ആഡ് ചെയ്തിട്ടില്ല. എന്നാന്നറിയോ? നല്ല നാരങ്ങ. ഇളം നാരങ്ങയുടെയാണ് വേണ്ടത്. എൻ്റെ നാരങ്ങയുടെ ഇല മൂത്തു, അതുകൊണ്ട് ഇതാ നമ്മളിങ്ങനെ പിച്ചി ഇടാം. നമ്മൾ തണുക്കാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിട്ടാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും. പിന്നെ ഈ മസാല മോരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ഇടാം. പക്ഷെ നമ്മൾ വഴിയിലൊക്കെ വെച്ച് വിൽക്കുന്നതിൽ ചെറിയുള്ളി ഇട്ട ഒരു ചീത്ത വരും. പിന്നെ കുറേ പേര് കുറേ ഇൻഗ്രീഡിയൻസ് വെക്കും. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും രുചിയുള്ളൊരു സാധനമല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി എന്നാ ചെയ്യണം? നമ്മുടെ സ്ഥിരം പരിപാടി ഇതൊക്കെ കുടിച്ച് കാണിക്കാട്ടോ.